ഈ ലെക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും അതിൻ്റെ പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടേം ആണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. Capitalized value of a property is the amount of money whose annual interest at the highest prevailing rate of interest will be equal to net income from the property. ഇനി അത് ഞാൻ ഇക്വേഷൻ ഫോമിലാക്കി. നെറ്റ് ആനുവൽ ഇൻകം ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇൻറ്റു ആനുവൽ ഇൻട്രസ്റ്റ് അറ്റ് ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഇത് ഒരു വീടാണ്. ഈ വീട് ഞാൻ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. റെൻറ്റിന് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഇയർലി കിട്ടുന്ന സേവിങ് എമൗണ്ട് ആണ് നെറ്റ് ആനുവൽ ഇൻകം. അത് ₹4000 ആണ്. എല്ലാ ചിലവും കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് ആനുവൽ ഇൻകം. ആ ആനുവൽ ഇൻകം ആണ് ₹4000 ഈ വീടിൻ്റെ. ഇനി ആ ₹4000 മാർക്കറ്റിൽ അവൈലബിൾ ആയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 8%. എനിക്ക് കിട്ടുന്ന ഈ സേവിങ് എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന സേവിങ് എമൗണ്ട് ആണ് കിട്ടുന്ന പലിശയാണ് 8%. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇൻറ്റു ആനുവൽ ഇൻട്രസ്റ്റ് അറ്റ് ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ആനുവൽ ഇൻകം. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എക്സ് കൊടുത്തു, നമ്മുടെ ഇൻട്രസ്റ്റ് 8/100, കിട്ടുന്ന ആനുവൽ ഇൻകം 4000. അവിടുന്ന് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടി 50,000. അപ്പോൾ ₹4000 നെറ്റ് ആനുവൽ ഇൻകം ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് വെച്ചാൽ ₹50,000 ആയിരിക്കും. ഇത് എവിടെയാണ് ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നോക്കാം. എനിക്ക് ₹4000 നെറ്റ് ആനുവൽ ഇൻകം ഉള്ള ഈ ബിൽഡിങ് ഞാൻ എന്ത് ചെയ്യുകയാണ്? വേറൊരാൾക്ക് മറിച്ച് വിൽക്കുകയാണ്. ആ മറിച്ച് വിൽക്കുന്ന ആൾ ₹50,000 മേടിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആനുവൽ ഇൻകം ഈ സെയിം ഇൻട്രസ്റ്റിൽ എന്തായിരിക്കും? 50,000 ഇൻറ്റു 8/100 എന്ന് വെച്ചാൽ ₹4000 ആയിരിക്കും. ഇനി ഞാൻ ഈ ബിൽഡിങ് ഒരു ഹയസ്റ്റ് എമൗണ്ടിനാണ് വേറൊരാൾക്ക് മറിച്ച് വിൽക്കുന്നതെങ്കിൽ നോക്കിക്കേ, വേറൊരു എമൗണ്ട് നോക്കാം. ₹60,000 ഞാൻ ഈ ബിൽഡിങ് മറിച്ച് വിറ്റ് കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അത് തന്നെയാണ് 8/100. കിട്ടേണ്ട നെറ്റ് ആനുവൽ ഇൻകം എന്തായിരുന്നു? നെറ്റ് ആനുവൽ ഇൻകം 48,000. പക്ഷേ എത്രയും നമുക്ക് ആനുവൽ ഇൻകം കിട്ടുള്ളൂ? 4,000. ഇതിന് കിട്ടുന്ന ഈ വീടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് ആനുവൽ ഇൻകം എന്തായിരിക്കും? 4,000 ആയിരിക്കും. അത് മാറത്തില്ല. അപ്പോഴെന്താണ്? ₹60,000 പുതിയൊരു ബയർ മേടിച്ചാൽ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കും. ബിക്കോസ് ആനുവൽ ഇൻകം ഈ വീടിന് എത്ര കിട്ടുള്ളൂ? 4,000 കിട്ടുള്ളൂ. ₹60,000 8% പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മേടിച്ചാൽ അദ്ദേഹത്തിന് നഷ്ടം വരാതിരിക്കണമെങ്കിൽ എത്ര വേണം ആനുവൽ ഇൻകം? ₹4,800 അദ്ദേഹത്തിന് കിട്ടണം. അപ്പോൾ അതിവിടെ കിട്ടുന്നില്ല. ഇതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഇയേഴ്സ് പർച്ചേസ്. ഇയർ പർച്ചേസ് നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് നമ്മുടെ ഇക്വേഷനിലേക്ക് പോകാം. Year purchase is defined as the capital sum required to be invested in order to receive a net annual income as annuity of ₹1. നമുക്കിവിടെ നെറ്റ് ആനുവൽ ഇൻകം എന്താണ്?
rupees 1 at a certain rate of interest. അപ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് ഇൻകം റുപ്പീസ് 1 ആണ്. അപ്പോൾ ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എത്രയായിരിക്കുമെന്നാണ് ഇയർ പർച്ചേസ് പറയുന്നത്. Therefore ഇയർ പർച്ചേസ് ഇൻറ്റു rate of interest is equal to 1. Therefore year purchase is equal to 1 by rate of interest. Year purchase എന്ന് വെച്ചാൽ 1 divided by rate of interest. ഇനി ഒന്ന് നോക്കിക്കേ, 1 divided by rate of interest എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇൻകം ഇതല്ലേ, ഇയർ പർച്ചേസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നെറ്റ് ഇൻകം എന്താ വരണ്ടേ, 1 ആ വരണ്ടേ. അപ്പോൾ 1 divided by rate of interest. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത ഈ എക്സാമ്പിളിൽ ഈ 8/100 എന്ന ടേം എന്തായിട്ട് നമുക്ക് എഴുതാം, ഇയർ പർച്ചേസ് ആയിട്ട് എഴുതാം. എന്തായിരുന്നു ഇയർ പർച്ചേസ് എന്ന് പറയുമ്പോൾ, ഇയർ പർച്ചേസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ടേം 8/100 എന്ന് പറഞ്ഞ ടേം എന്താണ്, ഇയർ പർച്ചേസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. So capitalized value is equal to net annual income into year purchase. ഈ ഇക്വേഷൻ ഓർത്താൽ മതി. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പ്രോബ്ലം ചെയ്യാൻ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ആനുവൽ ഇൻകം ഇൻറ്റു ഇയർ പർച്ചേസ്. ഇനി ഇയർ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ decimal. അപ്പോൾ ഒരു എക്സാമ്പിൾ അല്ല, ഫോർ 5% ഇൻട്രസ്റ്റ് ഇയർ പർച്ചേസ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇയർ പർച്ചേസ് 20. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം, ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി fetching a net annual rent of rupees 35,000. Net annual rent എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സേവിങ് എമൗണ്ട്, നെറ്റ് ആനുവൽ ഇൻകം. When the highest rate of interest prevalent is 8%, interest value 8% ആണ്. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചു. എന്തായിരുന്നു, net annual income into year purchase. Capitalized value is equal to net annual income into year purchase. അപ്പോൾ net annual income 35,000, year purchase 8%. 8% year purchase എങ്ങനെയാണ് കൊടുക്കുന്നത്, 100 divided by rate of interest. 100 divided by rate of interest എത്രയാണ്, 8%. Therefore capitalized value is equal to 4,37,500 rupees. അപ്പോൾ 35,000 rupees ആനുവൽ ഇൻകം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിക്ക് അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്തായിരിക്കും, 4,37,500. ഈ എമൗണ്ടിന് വേറൊരു ബയർ അത് മേടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 35,000 rupees തന്നെ കിട്ടും. ഈ 4,37,500 കൂടുതൽ എമൗണ്ടിലാണ്. ഇപ്പോൾ 5 lakh rupeesനാണ് ഒരു ബയർ മേടിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് നഷ്ടമായിരിക്കും. എന്തായിരിക്കും കാര്യം, 4,37,500 നമുക്ക് കിട്ടുന്ന ആനുവൽ റെൻ്റ് ആണ് 35,000. അതിലും കൂടുതൽ എമൗണ്ട് ആണ് ബയർ മേടിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന റെൻ്റ് എന്തായിരിക്കും, ഇതിലും കൂടുതൽ റെൻ്റ് കിട്ടേണ്ടി വരും. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുക, ഇക്വേഷൻ വെച്ചുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആണിത്. നമ്മൾ ഇയർ പർച്ചേസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഇക്വേഷനൊക്കെ എഴുതി. ഇനി നമുക്കൊരു നെറ്റ് ആനുവൽ ഇൻകം കിട്ടുമല്ലോ. നെറ്റ് ആനുവൽ ഇൻകം നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഓരോ വർഷവും കിട്ടുന്ന സേവിങ് എമൗണ്ട് ആണ്. ഈ സേവിങ് എമൗണ്ട്, നെറ്റ് ആനുവൽ ഇൻകത്തിൽ നിന്ന് ഞാൻ കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാണ്, സിങ്കിങ് ഫണ്ടായിട്ട് സേവ് ചെയ്യാണ്. അപ്പോഴെന്തായിരിക്കും, ഇയർ പർച്ചേസിൻ്റെ ഇക്വേഷനകത്ത് ഒരു ചെറിയ ചേഞ്ച് വരും. അപ്പോൾ നെറ്റ് ആനുവൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഞാൻ ഇയർ പർച്ചേസ് ആയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇയർ പർച്ചേസിൻ്റെ ഇക്വേഷനകത്ത് ചേഞ്ച് ഉണ്ടാകും. ആ ഇക്വേഷനാണ് ഇനി പറയാൻ പോകുന്നത്. Year purchase will be equal to 1 divided by I plus S. S എന്ന് പറയുന്നതാണ് സിങ്കിങ് ഫണ്ട്. I എന്ന് വെച്ചാൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡെസിമൽ. ഇപ്പോൾ സിങ്കിങ് ഫണ്ടും കൂടി ഇൻക്ലൂഡഡ് ആണെങ്കിലാണ് ഇയർ പർച്ചേസിൻ്റെ അകത്ത് ഇക്വേഷന് ചേഞ്ച് വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇയർ പർച്ചേസ് ഇക്വൽ ടു 100 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്ത് മാത്രമേ ഉള്ളെങ്കിൽ
ആനുവൽ ഇൻകം മാത്രമേ ഉള്ളെങ്കിൽ ഈ ഇക്വേഷൻ ആണ്. അപ്പോൾ സിങ്കിങ് ഫണ്ടും കൂടി ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അത് ചേഞ്ച് ഉണ്ട്. വൈ പി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഐ പ്ലസ് എസ് ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം 1 ഡിവൈഡഡ് ബൈ ഐ പി പ്ലസ് ഐ സി. ഇനി ഐ പിയും ഐ സിയും എന്താണ്? ഐ സി എന്ന് വെച്ചാൽ കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ പവർ എൻ മൈനസ് 1. ഇനി ഐ എന്ന് പറഞ്ഞ ഇതിനകത്ത് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു അക്യുമുലേറ്റ് ദ സിങ്കിങ് ഫണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു അക്യുമുലേറ്റ് ദ സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയുടെ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും, ആ പ്രോപ്പർട്ടിയുടെ ലൈഫ് കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി നമ്മൾ എത്ര രൂപ ചിലവാക്കിയോ ആ എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു അക്യുമുലേറ്റ് ദ സിങ്കിങ് ഫണ്ട്. ഇപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ടിൻ്റെ ഇക്വേഷൻ. ഐ പി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ഔട്ട് ദ വാല്യൂ ഓഫ് ഇയർ പർച്ചേസ് ഫോർ ആൻ ഓൾഡ് ബിൽഡിംഗ് ഇഫ് ദ ഫ്യൂച്ചർ ലൈഫ് ഈസ് 15 years and the rate of interest is 7% on capital. Rate of interest is 7% on capital and 4% for sinking fund. അപ്പോൾ ക്വസ്റ്റിനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയർ പർച്ചേസിനകത്ത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 7% on capital and 4% for sinking fund. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഇയർ പർച്ചേസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഐ പി പ്ലസ് ഐ സി എന്ന ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഈ ഐ പിയുടെയും ഐ സിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഐ പിയുടെ വാല്യൂ എന്തായിരുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 7% ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഐ പിയുടെ വാല്യൂ 7%. ഐ പിയുടെ വാല്യൂ 7%. ഇനി ഐ സി കാൽക്കുലേറ്റ് ചെയ്യണം. ഐ സി എന്തായിരുന്നു? കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ പവർ എൻ മൈനസ് 1. ഇവിടെ സ്മോൾ ഐ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻ ഡെസിമൽ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻ ഡെസിമൽ. ആ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. 4% and the rate of interest 4% on sinking fund. ഇനി ഇതിൻ്റെ ലൈഫ് ആണ് എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു അക്യുമുലേറ്റ് ദ സിങ്കിങ് ഫണ്ട്. അപ്പോൾ ലൈഫ് 15 years, 15 വർഷമാണ് അതിൻ്റെ ലൈഫ്. 15 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ എമൗണ്ട്, ബിൽഡിങ്ങിന് എത്ര രൂപ മുടക്കിയാണ് നമ്മൾ മേടിച്ചത് ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടണം. അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ സിങ്കിങ് ഫണ്ടിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് 4%. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ സി ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ പവർ എൻ മൈനസ് 1. സ്മോൾ ഐ ഡെസിമൽസിലാണ്, അതായത് 0.04. 1 പ്ലസ് ഐ എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, ബിൽഡിങ്ങിൻ്റെ ലൈഫ്. അപ്പോൾ ഐ സിയുടെ വാല്യൂ കിട്ടി. ഐ സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വൈ പിയിലേക്ക്, ഇയർ പർച്ചേസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 8.33. സോ ഇയർ പർച്ചേസ് വിൽ ബി ഈക്വൽ ടു 8.33. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനകത്ത് 2% വാല്യൂ തരും. ഒരെണ്ണം എന്ന് വെച്ചാൽ ക്യാപിറ്റലിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, രണ്ടാമെന്ന് വെച്ചാൽ സിങ്കിങ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇയർ പർച്ചേസ് ഏത് ഇക്വേഷൻ കൊടുക്കണം? 1 ഡിവൈഡഡ് ബൈ ഐ പി പ്ലസ് ഐ സി. ഈ സിങ്കിങ് ഫണ്ടിനെ പറ്റി ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. അതേ കണക്ക് തന്നെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റി ഒന്നും പറയുന്നില്ല എങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി? നമ്മുടെ ഇക്വേഷനകത്ത് ഇയർ പർച്ചേസിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് 1 ഡിവൈഡഡ് ബൈ ഐ അല്ലെങ്കിൽ 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇത്രയും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് നമ്മൾ കഴിഞ്ഞ ലെക്ചറിലും പഠിച്ചതാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പഠിക്കുന്നു മാത്രമേ ഉള്ളൂ. സിങ്കിങ് ഫണ്ട് എന്തായിരുന്നു? an amount which has to be set aside at fixed intervals of time out of the gross income so that at the end of the useful life of the building or property the fund should accumulate the initial cost of property. നമുക്ക് കിട്ടുന്ന
ഗ്രോസ് ഇൻകത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് കഴിയുമ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിന് വേണ്ടി എത്ര എമൗണ്ട് ആണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അത്രയും എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് I is equal to S into IC, where S is the total amount of sinking fund. Total amount of sinking fund എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് തന്നെ ആയിരിക്കും ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഈ IC കോയിഫിഷ്യൻ്റ് ഓഫ് ആനുവൽ സിങ്കിങ് ഫണ്ട്. കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ നേരത്തെ ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. കോയിഫിഷ്യൻ്റ് സിങ്കിങ് ഫണ്ട് I divided by 1 plus I the whole power n minus 1. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സിങ്കിങ് ഫണ്ടിൻ്റെ ഇക്വേഷൻ I is equal to S into I divided by 1 plus I the whole power n minus 1. ഇനി ഇതുമായിട്ടുള്ള റിലേറ്റഡ് പ്രോബ്ലംസ് നോക്കാം. Question: An owner has installed an air cooler in a building at a cost of rupees 8,000. If the life of the air cooler is 18 years, calculate the amount which he should set aside annually as sinking fund to accumulate the above cost at 5% compound interest. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിങ്കിങ് ഫണ്ട് ആണ്. ക്വസ്റ്റ്യനിൽ എയർ കൂളറിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് 8,000 rupees. അപ്പോൾ നമുക്ക് സിങ്കിങ് ഫണ്ട് ആയി കിട്ടേണ്ട എമൗണ്ട് എന്തായിരിക്കും? 8,000 rupees ആയിരിക്കും. അതിൻ്റെ ലൈഫ് കൊടുത്തിട്ടുണ്ട് 18 years ആണ് ലൈഫ് ഓഫ് ദ എയർ കൂളർ. നമ്മൾ ഓരോ വർഷവും എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് വിച്ച് ഹി ഷുഡ് സെറ്റ് aside annually as sinking fund to accumulate the above cost at 5% compound interest. ഇൻട്രസ്റ്റ് റേറ്റും കൊടുത്തിട്ടുണ്ട് 5% compound interest. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ എന്തായിരുന്നു? I is equal to S into I divided by 1 plus I the whole power n minus 1. S into I divided by 1 plus I the whole power n minus 1. ഇതിനകത്ത് S എന്ന് വെച്ചാൽ എന്തായിരുന്നു? സിങ്കിങ് ഫണ്ട്, നമ്മുടെ എയർ കൂളറിൻ്റെ കോസ്റ്റ്. I റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് ഡെസിമൽസിലാക്കിയതാണ്. 1 plus I. ഇനി n എന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് 18 years ആണ് അതിൻ്റെ ലൈഫ്, മൈനസ് 1. therefore ഒരു വർഷം നമ്മൾ 284.37 rupees വെച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 18 years കഴിഞ്ഞാൽ നമുക്ക് 8,000 rupees നമ്മുടെ കയ്യിൽ സേവിങ് എമൗണ്ട് ആയിട്ട് ഉണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: A person has purchased an old building at a cost of rupees 90,000 on the basis that the cost of land is rupees 50,000 and cost of building structure is rupees 40,000. Considering the future life of building be 20 years, work out the amount of annual sinking fund at 4% interest when the scrap value is 10% cost of building. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിങ്കിങ് ഫണ്ട് ആണ്, ആനുവൽ സിങ്കിങ് ഫണ്ട്. ഇനി ഈ ക്വസ്റ്റ്യനകത്ത് രണ്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ലാൻഡും കൊടുത്തിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആനുവൽ സിങ്കിങ് ഫണ്ടാണ്. സിങ്കിങ് ഫണ്ട് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത് ബിൽഡിങ്ങിനേ ഉള്ളൂ. ബിൽഡിങ് മാത്രമേ നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയത്തുള്ളൂ. ലാൻഡ് എന്തായിരിക്കും? ലാൻഡ് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ലാൻഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. സിങ്കിങ് ഫണ്ട് നമുക്ക് എന്തിനു മാത്രം എടുത്താൽ മതി? ബിൽഡിംഗ് സ്ട്രക്ചറിന് മാത്രം എടുത്താൽ മതി. ബിൽഡിംഗ് സ്ട്രക്ചർ ആണ് അതിൻ്റെ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ ഒരു വാല്യൂ ആണ് നമുക്ക് ഡിമോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ബിൽഡിംഗ് സ്ട്രക്ചറിന് വേണ്ടി നമ്മൾ മുടക്കിയ വാല്യൂ ആണ് അതിൻ്റെ ലൈഫ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ സേവിങ് ആയിട്ട് വേണ്ടത്. ലാൻഡിൻ്റെ വാല്യൂ എപ്പോഴും അതേ കണക്ക് തന്നെ ഉണ്ടാവും. ലാൻഡിന് ഒരിക്കലും വാല്യൂ കുറയത്തില്ല. ഇനി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ഈ ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? സ്ക്രാപ്പ് വാല്യൂ ഈസ് 10% കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. സ്ക്രാപ്പ് വാല്യൂ കിട്ടും. ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്ത് കളയുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് എമൗണ്ട് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ്, അതായത് 40,000 rupees എന്തായിട്ട് വേണ്ട? സിങ്കിങ് ഫണ്ടായിട്ട് വേണ്ട. അവസാനം 40,000 rupees നമുക്ക് എന്ത് കിട്ടണം? സിങ്കിങ് ഫണ്ടായിട്ട് കിട്ടണ്ട. ബിക്കോസ് 10% വാല്യൂ എന്തായിട്ട് വരും?
അതിനകത്തുനിന്ന് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്ര എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ കൊടുത്തിരിക്കുന്നത് 10% കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ ഈസ് ഈക്വൽ ടു 10% കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് ₹4,000. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് എത്ര ആയിരുന്നു? 40,000. 40,000 നിന്ന് 4,000 കുറയ്ക്കുമ്പോൾ 36,000 rupees ആണ് നമുക്ക് അവസാനം. ഇതിൻ്റെ ലൈഫ് 20 years കഴിയുമ്പോൾ നമുക്ക് 36,000 rupees എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് ഉണ്ടായാൽ മതി. ബിക്കോസ് ബാക്കി 4,000 rupees ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്ത് കളയുമ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് മെറ്റീരിയൽസ് റീസെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 4,000 rupees കിട്ടും. അപ്പോൾ സിങ്കിങ് ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യേണ്ടത് 36,000 rupees. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു S into I into 1 plus I the whole power n minus 1. സിങ്കിങ് ഫണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോസ്റ്റിന് കൊടുത്തിരിക്കുന്നത് 4%. 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1 plus 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്പർ ഓഫ് ഇയേഴ്സ്, ബിൽഡിങ്ങിൻ്റെ ലൈഫ് 20 years ആണ്. Therefore നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ₹1,208.94 ആനുവലി ഡെപ്പോസിറ്റ് ചെയ്യുക ടു ഗെറ്റ് ₹36,000 at the end of life of the building. 20 വർഷം കഴിയുമ്പോൾ 36,000 rupees കിട്ടാൻ നമ്മൾ ഓരോ വർഷവും ₹1,208.94 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 4%. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ തിയറി പോർഷൻസ് നന്നായിട്ട് പഠിച്ചിട്ടേ പ്രോബ്ലത്തിലേക്ക് വരാവുള്ളൂ. എന്നാൽ നമുക്ക് ഈ ടേംസ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. പ്രോബ്ലംസ് മാക്സിമം നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസ് ചോദിക്കാറുള്ളൂ. ഒരുപാട് ട്വിസ്റ്റഡ് ടൈപ്സ് ഒന്നും വാല്യുവേഷന് ചോദിക്കാറില്ല. ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന വാല്യൂസ് മാത്രമേ ഇതുവരെ ഇക്വേഷൻസിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന വാല്യൂസ്, അങ്ങനെയുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ് കൂടുതലും ഈ മോഡ്യൂളിൽ നിന്ന് ചോദിക്കാറുള്ളൂ.